മലപ്പുറത്തൊരു നായി 2.5 വയസ്സുള്ളൊരു പിഞ്ച് ക്രൂരമായി കൊല ചെയ്തു. സ്വന്തം രക്തത്തിൽ ജനിച്ച ഒരു പിഞ്ച് ചങ്ക് പടയെന്ന് കേട്ടിട്ട്. എനിക്കുണ്ട് 2 മക്കള്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറയാനുണ്ടല്ലോ, അവനൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരവസ്ഥയാണെന്ന്. ഭാര്യയും ഭർത്താവും നമ്മളുടെ ഇഷ്യൂ ആണ്. ഇവർക്കൊന്നും വീട്ടുകാരൊന്നുമില്ലേ? ഇവരൊന്നും വീട്ടുകാരില്ലേ? ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെട്ട് ദേഹോപദ്രവം ചെയ്യുന്ന സമയത്ത് ചോദിക്കാനും പറയാനൊന്നും ആ വീട്ടിലൊന്നും ആരുമില്ലേ? ഇവൻ്റെ ഒന്നും വീട്ടിൽ ഒന്ന് ആലോചിക്കേ. ക്രൂരമായി പൈശാചികമായാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. കേട്ട ചങ്ക് പടയും. ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്രത്തോളം ദേഷ്യമുണ്ട്. അതിൻ്റെ പേര് മാത്രമാണ് ഈ രാത്രി 12 സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നായയൊക്കെ എന്തിനാണ് പെണ്ണ് കെട്ടുന്നത്? കുഞ്ഞുങ്ങളെ നോക്കാൻ വയ്യെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്? 2 കുട്ടികളാണ്. അതിലൊരു കുഞ്ഞിനെയാണ് കഴുത്ത് ഞെരിച്ചും അതേകൂട്ട് തന്നെ കട്ടിലും അലമാരിലും ഒക്കെ എടുത്ത് എറിഞ്ഞെന്നാണ് അറിയുന്ന റിപ്പോർട്ടുകൾ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന വഴിയാണ് ആ കുഞ്ഞ് അത് ദാരുണമായി മരണപ്പെട്ടത്. എന്തൊരവസ്ഥയാണെന്ന് നോക്കിയേ. പിഞ്ച് കുഞ്ഞുങ്ങളാണ്. ലോകം കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കൊണ്ടിരുന്ന യാതന, ആ കുഞ്ഞ് അനുഭവിക്കൊണ്ടിരുന്ന യാതന ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരൊക്കെ എന്ത് വിവരമുണ്ട്? ഈ നായ്ക്കൊക്കെ എന്ത് വിവരമുണ്ട്? നിങ്ങളാ പെൺകുട്ടി, ആ പയ്യന്റെ ഉമ്മ പറയുന്നൊന്ന് കേട്ടു നോക്കിയാ. 2.5 വയസ്സുള്ള മോന്റെ ഉമ്മ പറയുന്നൊന്ന് കേട്ട് നോക്കൂ. കൊന്നതാണ്. ഞാൻ കണ്ടു നിൽക്കാണ്. എന്തൊക്കെയാണ് ഇപ്പൊ? കുട്ടിയുടെ മാതാവാണല്ലോ താങ്കൾ അല്ലേ? നിങ്ങൾ ഉണ്ടായിരുന്നോ? കൂടെ ഉണ്ടായിരുന്നു? കൂടെ ഞാൻ നിന്നിട്ട് അവിടെ കുട്ടീനെ കൊന്നിക്കണേ. കൊന്ന് ഞാൻ കണ്ടും ചെയ്തിക്കണേ. എന്താണ് കുട്ടീനെ എന്താണ് അവർ ചെയ്തത്? എന്താണ്? കൊല്ലി പിടിച്ച് നോക്കിയതാണ്. ഇത് സ്ഥിരം മർദ്ദിക്കാറുണ്ടായിരുന്നോ കുട്ടീനെ? ആ, സ്ഥിരമായിട്ടുണ്ട് അല്ലേ? അതായത് ഇന്നലെ എപ്പോഴാണ് ഇങ്ങനെ മർദ്ദിച്ചപ്പോഴായിരുന്നു? ഉച്ചക്ക് 2 മണി 1:30 കഴിക്കണം. എന്തായിരുന്നു കുട്ടീനെ ചെയ്തത്? എന്താണ്? വായ പൊത്തിയാണ്ട് ശ്വാസം ഇതാക്കിയതാ. കൊല്ലി പിടിച്ച്. പിന്നെന്തെങ്കിലും ചെയ്തു? കട്ടിലുമൊക്കെ ഇട്ടുകൊണ്ട് എറിഞ്ഞു. കട്ടിലമ്മയ്ക്ക് എറിഞ്ഞു. വേറെ എന്തെങ്കിലും ചെയ്തോ? അൽമാറമ്മക്ക് എറിഞ്ഞു. അതായത് ഈ കുട്ടി മാത്രമുള്ളോ നിങ്ങൾക്ക്? അല്ല, ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ആ കുട്ടിയെ മർദ്ദിക്കാറുണ്ടായിരുന്നു? ഇല്ല. എൻ്റെ അടുത്തേക്ക് തരൂല, കടക്കാനും തരൂല. വലിയ കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കാണ്ടാണ് പോയിക്കാണ്ട് കുട്ടിയുടെ അടുത്തേക്കാണ് അത് ഉപദ്രവിക്കുന്നത്. അപ്പൊ പിന്നെ കുറെ മുമ്പേ ഈ കുട്ടിയോട് ഇങ്ങനെ ചെയ്യാറുണ്ടോ? കുറെ ചെയ്യാറുണ്ട്. കുറെ മുമ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നിങ്ങളെ മർദ്ദിക്കാറുണ്ടോ? അടിച്ചു ഒക്കെ ചെയ്തതാ. കൗത്തിലൊക്കെ കുട്ടീനെ തടച്ചു വാങ്ങാൻ നിന്നപ്പോ ഓന് ഇതാക്കിയതാണ്. ഈ കുട്ടി എന്ത് പറഞ്ഞിട്ടാണ് ഒരു മർദ്ദിക്കുന്നത്? എന്താണ്? കേസ് കൊടുത്തിനി. നിങ്ങൾ ആദ്യം കേസ് കൊടുത്തിരുന്നു? അത് പറഞ്ഞിട്ടാണോ മർദ്ദിക്കുന്നത്? എന്ത് ക്രൂരതയാണ് ആ കുഞ്ഞിനോട് ചെയ്തത്? കട്ടിലിൽ പിടിച്ചു എറിഞ്ഞു, അലമാരിൽ എറിഞ്ഞു, കഴുത്തിൽ ഞെക്കിപ്പിടിച്ചു. ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വഴി വായിന്ന് മൂക്കിന്നൊക്കെ എന്തൊക്കെയോ വന്നു. കുട്ടി മരണപ്പെട്ടു എന്നാണ് ആ കുട്ടിയുടെ ഉമ്മ പറയുന്നത്. പ്രായമാവത്ത് ഇവനെയൊക്കെ പിടിച്ച് പെണ്ണും കെട്ടിക്കും. അതായത് ഒരു പക്കത്ത് അവനിത് കണ്ടു നോക്കിയേ. ഇവനാണ് ഈ ക്രൂരത ചെയ്തത്. പെണ്ണ് കെട്ടാൻ വയ്യെങ്കിൽ അല്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കാൻ വയ്യെങ്കിൽ നീ എന്തിനാണ് ആ പെണ്ണ് കെട്ടിയത്? ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറ. ഇവനൊക്കെ എന്ത് ചെയ്യണം? ഇവനൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഇവരൊക്കെ എന്ത് സൈക്കോ ആണോ? സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുന്ന നമ്മുടെ നിയമം അനുശ്വാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷയായ മരണശിക്ഷയിൽ തന്നെ വേണം ഇവനെ കൊടുക്കാൻ. അതും അതിക്രൂരമായി കൊല്ലണം അവനെയൊക്കെ. ആ കുഞ്ഞ് അനുഭവിച്ചതിൻ്റെ ഇരട്ടി അനുഭവിപ്പിച്ചിട്ട് വേണം ഇവനൊക്കെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കാൻ. അല്ലാതെ എന്താ പറയേണ്ടത്? പിഞ്ച് പൈതലിനെയാണ് അവസ്ഥ.